LED എഡിറ്റ് സോഫ്റ്റ്വെയറിൽ നമുക്ക് എങ്ങനെയാണ് മാനുവലായിട്ട് ഒരു ലൈറ്റ് ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയൊരു വീഡിയോ ആണ് നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത്. എക്കോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ LED എഡിറ്റ് 2018 സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം. അതിൽ ഫയലിൽ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കോൺഫിഗർ ചെയ്യുക. ആദ്യം കൺട്രോളർ ടൈപ്പ് നമുക്ക് T1000WS2811 എന്നുള്ള ആ ഒരു മോഡിലേക്ക് സെലക്ട് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഫ്രെയിം റേറ്റ് മാറ്റണമെങ്കിൽ മാറ്റാം. ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റ് കോൺഫിഗറേഷൻ ചെയ്യാൻ വരും. അപ്പോൾ പ്രൊജക്റ്റ് കോൺഫിഗറേഷനിൽ സ്റ്റാർട്ട് മാനുവൽ ലേഔട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇതേപോലൊരു ഇൻ്റർഫേസ് ആണ് ലഭിക്കുക. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിലാണ് നമ്മൾ നമ്മുടെ മാനുവലായിട്ട് ലേഔട്ട് വരയ്ക്കേണ്ടത്. അതിലാദ്യം ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്നുള്ള ആ ഒരു ലൈറ്റ് വെർട്ടിക്കൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് ഹൊറിസോണ്ടൽ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കാട്ടിത്തരാം. നമ്മളൊരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു 8x8 ഒരു ഗ്രിഡ് നമുക്കിപ്പോൾ ആദ്യം ഉണ്ടാക്കാം. ഹൊറിസോണ്ടൽ ആയത് കാരണം ലൈറ്റ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് വന്ന് അതിൽ നിന്ന് അടിയിലോട്ട് വന്നിട്ടാണ് നമുക്ക് കിട്ടുക. ഇതുപോലെ. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് ആ ഒരു ടോപ്പിലാണ്. അതേപോലെ തന്നെ അതിങ്ങനെ ഇറങ്ങി വന്നതിന് ശേഷം അതിൻ്റെ എൻഡിങ് ഈ ഒരു അടിയിൽ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരിക. ഇതേപോലെ 8x8 നമുക്ക് ഒരു ഗ്രിഡും കൂടെ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. മൊത്തം നമ്മൾ 4 ഗ്രിഡാണ് ഉദ്ദേശിക്കുന്നത് 8x8. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഗ്രിഡ് ഇതേപോലെ വരയ്ക്കാം. അത് നമ്മൾ ഹൊറിസോണ്ടൽ തന്നെ സെലക്ട് ചെയ്ത കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹൊറിസോണ്ടൽ സെലക്ട് ചെയ്തപ്പോൾ ഫസ്റ്റത്തെ LED നമ്മുടെ ലാസ്റ്റത്തെ LED ആയിട്ട് ഒരു ലൂപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതായത് ഒരു ഗ്രീൻ ലൈന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഫസ്റ്റ് വരച്ച ആ ഒരു ഇതിൽ നിന്ന് രണ്ടാമത് വരച്ചതിൽ ഒരു ലൂപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ. അപ്പോൾ നമുക്ക് അതേപോലെ അടിയിലും നമുക്ക് ഒരു ഗ്രിഡും കൂടെ 8x8 ഒരു ഗ്രിഡും കൂടെ നമുക്ക് ജസ്റ്റ് അടിയിലൊന്ന് വരയ്ക്കാം. അപ്പോൾ അതിലും തന്നെ കണക്ഷൻ വരും. ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. നമ്മൾ ഹൊറിസോണ്ടലാണല്ലോ സെലക്ട് ചെയ്തത്. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് LED വന്ന് കണ്ടില്ലേ, അടിയിലത്തെ മേലത്തെ LEDത്തെ ലെഫ്റ്റ് സൈഡ് അടിയിലുള്ള ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ അടിയിൽ വരച്ച പുതിയതായി വരച്ച ഗ്രിഡിൻ്റെ ഫസ്റ്റ് LEDയിലോട്ട് ഒരു ലൈൻ വന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ലൈന് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതായത് ഇവിടെ എല്ലാ കണക്ഷൻ വരേണ്ടത് വേറൊരു സ്ഥലത്താണ് നമുക്ക് കണക്ഷൻ വരേണ്ടത്, ഈ ഒരു അടിഭാഗത്താണ് കണക്ഷൻ വരേണ്ടത് എന്നിങ്ങനെ നമുക്ക് ആ ഒരു ലൈൻ എഡിറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു അടിയിലോട്ട് ഡയറക്റ്റ് ചെയ്യാം. അതിന് നമ്മൾ ജസ്റ്റ് ആ ലൈൻ എന്നുള്ള ഒരു ടൂൾ ഉണ്ടാവും. ആ ലൈൻ എന്നുള്ള ടൂൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ക്ലിക്ക് ചെയ്തപ്പോൾ അവിടെ നിന്ന് ഒരു പോയിൻ്റ് വന്നു. എന്നിട്ട് നമുക്ക് എവിടേക്കാണോ വേണ്ടത് അവിടേക്ക് അടുത്തൊരു ക്ലിക്കും ചെയ്യാം. അപ്പോൾ അവിടെ തമ്മിൽ ലൂപ്പായി. ഇനി നമ്മൾ ഈ ലാസ്റ്റത്തെ LED അവിടുത്തെ ലൂപ്പ് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ അതിലും ആ ഒരു LED ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിന് തൊട്ടടുത്ത് കിടക്കുന്ന LED ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആ ഒരു ഡാറ്റയുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു ഗ്രിഡും കൂടെ വരയ്ക്കാം. ആ ഗ്രിഡ് ഞാൻ കുറച്ച് മേലേക്ക് കയറ്റിയിട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഡാൻസ് ഫ്ലോറിൻ്റെ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇത് നമുക്ക് ഡാൻസ് ഫ്ലോർ അല്ല, മറ്റ് ആവശ്യങ്ങൾക്ക്, അതായത് വേറെ പല നമുക്ക് മാനുവലായിട്ട് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും. അപ്പോൾ അതിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഇത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ലെയറും കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഴയ പോലെ തന്നെ അതിൽ നോർമലായി കണക്ഷൻ വരണ പോലെ തന്നെ നമുക്ക് കൊടുക്കാം. അതായത് ഡിഫോൾട്ടായിട്ട് അതെങ്ങനെ വന്നോ അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് കൊടുക്കാം. ഇനി നമുക്ക് വെർട്ടിക്കൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു മെട്രിക്സ് പോലുള്ളൊരു ഇതും കൂടെ നമുക്ക് വരയ്ക്കാം. അപ്പോൾ അത് 8x8 തന്നെ നമുക്ക് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ കറക്റ്റായി മാച്ചായി പോവുള്ളൂ. ഇതിപ്പോൾ 8x8 ഒരു എക്സാമ്പിളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അതിന് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത് 8x8 ഗ്രിഡ് ആയി. ഇനി നമുക്കതിൽ കണക്ഷൻ കൊടുക്കേണ്ടത് അടിയത്തെ, അതായത് ലെഫ്റ്റ് സൈഡ് അടിയിലുള്ള ആ ഒരു പോയിന്റിൽ നിന്ന് ലൈൻ ടൂൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിന് അവിടെ ഒരു ക്ലിക്ക് ചെയ്താൽ ഈ ഒരു എൻഡിലോട്ട് സ്റ്റാർട്ടിങ്ങിലേക്ക് നമുക്ക് ജസ്റ്റ് മൗസ് പോയിൻ്റർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്യൂട്ട്, ഡാറ്റയുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡാറ്റയുടെ സർക്യൂട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഇപ്പോൾ ഇതാണ് നമ്മുടെ മാനുവൽ ലേഔട്ട്. ഇനി നമുക്കിതിൽ പോർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ കൺട്രോളർ എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു പോർട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു ബ്ലൂ കളർ ഗ്രിഡിൽ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക.
എന്നിട്ട് ഇപ്പോൾ അവിടെ ഒരു പോർട്ട് പ്രസൻ്റായി 1 എന്ന് എഴുതി കാണുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ലൈൻ ടൂൾ ഉപയോഗിച്ച് ആ 1 എന്നുള്ള പോയിന്റിൽ ഒരു ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് LED, അതായത് ആദ്യമായി വരച്ച ഗ്രിഡിൻ്റെ ഫസ്റ്റ് LEDയിലോട്ട് ഒരു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഡാറ്റ കണക്ഷനും, അതായത് കൺട്രോളറിൻ്റെ ഡാറ്റ കണക്ഷനും പിക്സൽ LEDയുടെ ഗ്രിഡിൻ്റെ ഡാറ്റ കണക്ഷനും കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫയൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്സ്പോർട്ടല്ല, നമുക്ക് നമ്മുടെ ആ ഒരു CXB എന്നുള്ളൊരു ഫയൽ ഫോർമാറ്റിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫയലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം CXB എന്നുള്ള ആ ഒരു പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എവിടെയാണ് ഇത് സേവ് ചെയ്യേണ്ടത്, അതായത് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ, ഇപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. ഞാൻ ആൾറെഡി ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഡാൻസ് 2 എന്നുള്ളൊരു ഫയൽ നെയിം കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഇത് സേവ് ചെയ്യാം. അപ്പോൾ ഡാൻസ് 2 എന്നാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഫയൽ നെയിം കൊടുക്കേണ്ടത്. അടിയിൽ സെലക്ട് ടൈപ്പ് .cxb ഫയലാണ്. ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ലേഔട്ട് അവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹോം സ്ക്രീനിലോട്ട് വരാം. എന്നിട്ട് LED എഡിറ്റ് ഒന്നും കൂടെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ആ ഒരു ഫയൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫയൽ ഞാൻ ഡിലീറ്റ് ചെയ്തു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് LED എഡിറ്റ് 2018 ഓപ്പൺ ചെയ്തതിന് ശേഷം ഫയലിൽ ന്യൂ പ്രൊജക്റ്റിൽ നമുക്ക് കൺട്രോളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് T1000S കൺട്രോളർ, T1000S WS2811 എന്നുള്ള കൺട്രോളർ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. എന്നിട്ട് പ്രൊജക്റ്റ് കോൺഫിഗറേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് CXB എന്നുള്ള ആ ഒരു ഹെഡിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ സേവ് ചെയ്ത ആ ഡയറക്ടറിയിൽ പോവുക. അതായത് നമ്മൾ നേരത്തെ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്തത്. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ പോയതിന് ശേഷം നമ്മുടെ ഡാൻസ് 2 എന്ന് പറഞ്ഞ ആ ഒരു ഫോൾഡർ ഉണ്ടല്ലോ, അതായത് ഡാൻസ്, ഈ ഒരു ഫോൾഡർ, ഈ ഒരു ഡാൻസ് 2 എന്നുള്ള ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അവിടെ വരച്ച ആ ഒരു, ഇവിടെ ഒരു പോപ്പപ്പ് വന്നത് കാണാം. മൊത്തം നമ്മൾ 256 LED ഈ പ്രൊജക്റ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടിങ് ഫെയിൽഡ് 0 ആണ്. അതായത് നമ്മുടെ ഇമ്പോർട്ട് എല്ലാ ലൈറ്റും അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് എന്ന് അതിലെഴുതി കാട്ടും. ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അവിടെ വരച്ചതിൻ്റെ ആ ഒരു ലേഔട്ട് നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ സ്ക്രീനിൽ LED എഡിറ്റിൻ്റെ സ്ക്രീനിൽ വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ജസ്റ്റ് അതിലൊരു വീഡിയോ എഫക്റ്റ് ഇട്ട് നോക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻബിൽഡ് എഫക്റ്റ് നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ ആ ഒരു എഫക്റ്റ് നമുക്ക് കറക്റ്റായി വരുന്നുണ്ട്. ഇതിപ്പോൾ 4 നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കണക്ഷനാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആവശ്യങ്ങൾക്കാണ് ഈ ഒരു മാനുവലായിട്ട് ലേഔട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. മറ്റ് നമ്മൾ നേരെ ചെയ്യുമ്പോൾ അവരുടെ ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു ലേഔട്ടിൽ തന്നെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യാറ്. ഇന്ന് ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദവും ഇൻഫോർമേറ്റീവുമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.